ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോ സൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫോൺ സ്റ്റാൻഡാണ്. ഒരു A4 പേപ്പർ കൊണ്ട് ഒരു അടിപൊളി ഫോൺ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് എവിടെയെങ്കിലും ക്യാരി ചെയ്യാനായിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്റ്റാൻഡാണ്. A4 പേപ്പർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്തായാലും മൊത്തം കാണുക, കാരണം ശ്രദ്ധിച്ച് കാണണം. കാരണം ഈ വീഡിയോയിൽ കുറച്ച് ഡിഫിക്കൽട്ട് പാർട്സ് ഉണ്ട്, ഫോൾഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ മൊത്തം കാണാൻ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഇത് ഉണ്ടാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫുള്ള് ഉണ്ടാക്കാൻ കഴിയും. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. ആവശ്യം ഒരു സ്ക്വയർ പേപ്പറാണ്. അപ്പോൾ പല ആൾക്കാരുടെ കയ്യിലും സ്ക്വയർ പേപ്പർ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ A4 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. A4 പേപ്പർ നമ്മൾ സ്ക്വയർ ആക്കി എടുക്കണം. സ്ക്വയർ ആക്കി എടുക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു കോർണർ വെച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ആക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ 2 എൻഡ്സും ഒരുമിച്ച് ആക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു കോർണർ ഒരു പെർഫെക്റ്റ് ആയിരിക്കണം, കാരണം നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ളതാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുക, കാരണം അധികം ക്രീസ് ആകാൻ പാടില്ല. നമുക്ക് ഒരുപാട് ഫോൾഡ്സ് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്ക്വയർ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ പേപ്പർ ഹാഫായിട്ട് മടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹാഫായിട്ട് മടക്കാം. ഹാഫായിട്ട് മടക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യണം, കാരണം ഇവിടെ നല്ലൊരു ക്രീസായി വരണം. കാരണം ഇതൊക്കെ ഓരോരോ അടയാളങ്ങൾ പോലെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ഫ്ലാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം പിന്നെയും ഹാഫായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യണം. ഈ എൻഡ് കറക്റ്റ് ഈ ഒരു എൻഡിലേക്ക് കറക്റ്റ് നമ്മൾ അലൈൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായി പ്രസ് ചെയ്യണം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പം ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നമ്മളൊന്ന് തിരിച്ചിടുക. ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗം തിരിച്ചിടുക. അതിനുശേഷം നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുക. ഇതും പിന്നെ ഹാഫിൽ ഫോൾഡ് ചെയ്യുക. ഇവിടെ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മടങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ രീതിയിലുണ്ടാവും കാണാൻ. അപ്പോൾ ഇതിന് ശേഷം ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഈ ഒരു കോർണറിലേക്ക് മാച്ച് ചെയ്തതിന് ശേഷം നന്നായി പ്രസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ നന്നായി പ്രസ് ചെയ്യുക, നല്ലൊരു ക്രീസായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെയും ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു കോർണറിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സെയിം ഒരു പാറ്റേണിൽ. അതിനുശേഷം ഇത് നേരെയാക്കുക. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും സെയിം അതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യാനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാനാണ് ഇപ്പോഴല്ല അത് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം കുറച്ച് റിസ്കി പാർട്ടാണ്, ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഭാഗം മുകളിലോട്ടേക്ക് ഒന്ന് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ പോലെ വരും ഇവിടെ. ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഈ ഒരു ഷേപ്പായിട്ട് വരും. ഈ സ്റ്റെപ്പ് ഈ ഒരു ഷേപ്പായിട്ട് വരും. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ ഈ കോർണർ ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക. ഇവിടെ 2-3 ലെയർ ഉള്ളത് കൊണ്ട് ഇത് നന്നായി പ്രസ് ചെയ്യണം, നല്ലൊരു ക്രീസായി വരണം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേപ്പറിൽ ഒരു ഭാഗം ഇവിടെ സ്ക്വയർ ആയിട്ടുണ്ട്.
അപ്പം ഇത് നമ്മൾ നന്നായി ഷാർപ്പ് സ്ക്വയർ ആക്കി മാറ്റണം. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 സൈഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള 2 സൈഡും കൂടി ചെയ്യണം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം ഈ ഒരു സ്ക്വയർ കുറച്ച് ഇൻവേർഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ഒരു അകത്തേക്ക് പോകുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തന്നെ നമുക്കിവിടെ അഡ്വാൻറ്റേജ് എടുക്കണം. ഇത് ജസ്റ്റ് ഈ ഒരു ഫ്ലാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ഭാഗം ഇവിടേക്ക് എത്തുന്ന രീതിയിൽ ഈ ഒരു ഭാഗം ഇനി നമ്മൾ ഇങ്ങനെ എടുക്കണം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പുറത്തോട്ടൊരു ട്രയാങ്കിൾ കൂടി ഫോം ആകുന്നുണ്ട്. നമ്മുടെ ട്രയാങ്കിൾ ഫോം ആയാൽ കുറച്ചൊരു ശ്രദ്ധിക്കണം. ട്രയാങ്കിൾ ഫോം ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് നേരെ നിൽക്കില്ല. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡ് കാണാനുണ്ടാവുക. കുറച്ചൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം, അധികം പ്രസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടി ചെയ്യണം. അതിനായിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫുള്ളായിട്ട് തുറക്കാതെ കുറച്ച് തുറന്നതിന് ശേഷം, ഫുള്ളായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി പോകും. അതുകൊണ്ടാണ്. അപ്പം ഇത് തുറന്നതിന് ശേഷം ഈ ഒരു ഭാഗം നേരെ ഇതിൻ്റെ അകത്തോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് തന്നെ അങ്ങനെ ഫോൾഡ് ചെയ്യാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് അകത്തേക്കാക്കിയതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പം ഇത് നമ്മളെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റാൻഡ് നിങ്ങൾക്കിപ്പോൾ ബുക്കിൻ്റെ അകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വാളറ്റിൻ്റെ അകത്തോ മറ്റോ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോകാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റാൻഡ് തന്നെയാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി മെമ്പേഴ്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ എത്തട്ടെ. പിന്നെ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ അടിപൊളി വീഡിയോ കാണാം. ബൈ.